നിങ്ങൾ എന്തായാലും സ്റ്റോക്ക് ചാർട്ടിൽ പല ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട്സ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ബ്രേക്ക്ഔട്ട് സ്പോട്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഫണ്ടമെന്റൽസ് ചാർട്ടായിട്ട് കമ്പൈൻ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ വേറൊരു രീതി നമ്മൾ പറഞ്ഞാൽ പ്രോപ്പർ ടെക്നോ ഫണ്ട സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്സ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് നൽകിയതുകൊണ്ട് മാത്രമല്ല, ഇവിടെ നമ്മൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് റിലേറ്റീവ് സ്ട്രെങ്ത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കുക, ഇത് RSI അല്ല. അപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സ് വെച്ചിട്ട് ഒരു സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ടാണോ അല്ലെങ്കിൽ വീക്ക് ആയിട്ടാണോ പെർഫോം ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു തരും. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ബജാജ് ഫിനാൻസ് നിഫ്റ്റി 500 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണിച്ചു തരും ബജാജ് ഫിനാൻസ് നിഫ്റ്റി 500 ഔട്ട് പെർഫോം ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ സിമ്പിൾ റൂളാണ്, RSI 0ന്റെ മേലെ ആകുമ്പോൾ സ്റ്റോക്ക് ബ്രോഡർ മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യുകയാണ്. ഇനി RSI 0ന്റെ താഴെയാണെങ്കിൽ സ്റ്റോക്ക് ബ്രോഡർ മാർക്കറ്റിനെ അണ്ടർ പെർഫോം ചെയ്യുകയാണെന്നാണ്. ഇപ്പോൾ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകുവാണ്, അതിൽ റിലേറ്റീവ് സ്ട്രെങ്ത് 0യുടെ മേലെ മൂവ് ചെയ്യുവാണെങ്കിൽ ബ്രേക്ക്ഔട്ട് നല്ല സാധ്യത ഉണ്ടെന്നുള്ളത് കണക്കാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകുവാണ്, അതേ സമയത്ത് റിലേറ്റീവ് സ്ട്രെങ്ത് വീക്കായിട്ട് തന്നെ നിൽക്കുവാണെങ്കിൽ ആ ബ്രേക്ക്ഔട്ടിന് പിന്നിലുള്ള സ്ട്രെങ്ത് കുറവായിരിക്കാം. അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ വരുന്ന അക്യുതാസ് കെമിക്കൽസ് ആണ്. അപ്പോൾ ഏകദേശം 3 വർഷത്തെ കൺസോൾട്ടേഷന് ശേഷം സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് ഇവിടെ നൽകി. അപ്പോൾ ആ ഒരു സമയത്ത് റിലേറ്റീവ് സ്ട്രെങ്ത്തും 0യുടെ മേലെ ഇവിടെ പോയി. അപ്പോൾ അതിനുശേഷം സ്റ്റോക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് റാലി കണ്ടു. ഇനിയിപ്പം രണ്ടാമത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നവീൻ ഫ്ലോറിൻ ഇന്റർനാഷണൽ ആണ്. അപ്പോൾ ഏകദേശം 2 വർഷത്തെ കൺസോൾട്ടേഷന് ശേഷം സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് നൽകി. അപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത്തും ഔട്ട് പെർഫോമൻസ് സിഗ്നൽ ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് പ്രൈസ് വീണ്ടും ഇവിടെ കൂടി. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഈവൻ ഇപ്പോൾ പോസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സോടെ സെറ്റപ്പ് ഫെയിൽ ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർ അലോക്കേഷനും റിസ്ക് മാനേജ്മെന്റും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് മനസ്സിലായി. സോ നമുക്ക് ബ്രേക്ക്ഔട്ടും റിലേറ്റീവ് സ്ട്രെങ്ത്തും ഉള്ള 5 സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്നത് സംവർദ്ധന മദർസൺ ഇന്റർനാഷണൽ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോ ആൻസിലറി കമ്പനിയാണ്. സെപ്റ്റംബർ 2024 പീക്കിൽ നിന്ന് സ്റ്റോക്ക് ഏകദേശം 50% ഇവിടെ കറക്റ്റ് ചെയ്തു. അതിൽ റിലേറ്റീവ് സ്ട്രെങ്ത് ലൈൻ 0യുടെ താഴെ പോയപ്പോൾ സ്റ്റോക്ക് നിഫ്റ്റി 500നെക്കാളും മോശമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങി. ഇപ്പം റിലേറ്റീവ് സ്ട്രെങ്ത് ഔട്ട് പെർഫോമൻസ് സിഗ്നൽ ചെയ്തിട്ടുണ്ട്, മൊമെന്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ സ്റ്റോക്ക് അതിന് മുമ്പുള്ള ഓൾ ടൈം ഹൈയുടെ മുകളിൽ ബ്രേക്ക്ഔട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് 134 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കും. ഇനി നമുക്ക് ബിസിനസ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലോബൽ കാർ മാനുഫാക്ചർ നിങ്ങൾ വിചാരിക്കാം. ഒരു കാർ നല്ലപോലെ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ വയറിംഗ്, ബമ്പർ, മിറർ, കോക്പിറ്റ് പോലെയുള്ള മെയിൻ കോമ്പൗണ്ട്സ് ആവശ്യമാണ്. അപ്പോൾ മദർസൺസ് എക്സാക്ട്ലി ഈ ഒരു പ്രൊഡക്ട്സ് ആണ് നൽകുന്നത്. കമ്പനി ഇവിടെ ഒരു യൂണിക് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ള ബിസിനസ്സിനെ അക്യൂർ ചെയ്തിട്ട് അവർ തിരിച്ച് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ 2002 മുതൽ കമ്പനി ഏകദേശം 47 അക്യൂസേഷൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2026 ഫൈനാൻഷ്യൽ റവന്യൂ ബ്രേക്കപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ വയറിംഗ് ഹാർനസ് റവന്യൂലേക്ക് 24.6% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മൊഡ്യൂൾസ് ആൻഡ് പോളിമർ പ്രൊഡക്ട്സ് 42% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മിറേഴ്സ് 14% ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. എയറോസ്പേസ്, ഹെൽത്ത് ആൻഡ് മെഡിക്കൽ പോലത്തെ എമർജിംഗ് ബിസിനസ്സസ് 11.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനി 23 സ്ട്രാറ്റജിക് അക്വിസിഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മദർസണിന് 44 രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇവരുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ സെയിൽസ് ഇരട്ടിയായിട്ടുണ്ട്. അതേസമയത്ത് നെറ്റ് പ്രോഫിറ്റ് 3.5 ഇരട്ടി ഇവിടെ വളർന്നിട്ടുണ്ട്. ഗ്രോത്ത് ഔട്ട്ലുക്കും വളരെ അഗ്രസീവ് ആയിരുന്നു. കമ്പനി 2030 ഫൈനാൻഷ്യൽ വരെ 10 ലക്ഷം കോടി ഗ്രോസ് റവന്യൂ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 2026 ഫൈനാൻഷ്യലിൽ ഗ്രോസ് റവന്യൂ 2 ലക്ഷം കോടിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഗൈഡൻസ് പ്രകാരം നമ്മൾ നോക്കിയാൽ 2030 ഫൈനാൻഷ്യൽ വരെ ഇംപ്ലൈഡ് റവന്യൂ CAGR ഏകദേശം 36%. അപ്പോൾ ഈ ഒരു സ്ട്രോങ് ഗൈഡൻസ് കമ്പനിയുടെ ഫ്യൂച്ചർ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ മെട്രിക് തന്നെയാണ്. ഈ ഒരു സ്ട്രോങ് ഗൈഡൻസ് കമ്പനിയുടെ ഫ്യൂച്ചർ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള നമുക്ക് മോണിറ്റർ ചെയ്യേണ്ട ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. 2026 ഫൈനാൻഷ്യലിൽ ROC 16%. 2030 ആകുമ്പോഴേക്കും 40% ROC ആണ് കമ്പനി ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എല്ലാ 100 രൂപ ക്യാപിറ്റൽ എംപ്ലോയിഡിനും 40 രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നേടാനാണ് കമ്പനിയുടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നിലവിൽ ഓർഡർ ബുക്ക് ഏകദേശം 9 ലക്ഷം കോടിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 2026 ഫൈനാൻഷ്യൽ റവന്യൂവിനേക്കാളും 7 ഇരട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് നല്ല വിസിബിലിറ്റി നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കേണ്ടതും ഇവിടെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. 2022 ഫൈനാൻഷ്യലിൽ ലോങ് ടേം ബോറോയിങ്സ് 8500 കോടിയിൽ നിന്ന് 2026 ഫൈനാൻഷ്യലിൽ 10250 കോടിയായിട്ട് കൂടി. അപ്പോൾ ഇത് 20% ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ 2024 ഫൈനാൻഷ്യലിൽ ഷോർട്ട് ടേം ബോറോയിങ്സ് പീക്ക് എത്തിയായിരുന്നു, അതിനുശേഷം ഡിക്ലൈൻ ആവുകയാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നിലവിൽ 0.47x ആണ്. അപ്പോൾ ഇത് കംഫർട്ടബിൾ ലെവലാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 4.72x ആണ്. ഇതിന്റെ അർത്ഥം കമ്പനി ഉണ്ടാക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷനേക്കാളും ഏകദേശം 4.7 ഇരട്ടി കൂടുതലാണെന്നാണ്. അപ്പോൾ ഡെറ്റ് കൂടുന്നതും കൂടുതൽ എക്സ്പാൻഷൻ കാരണമാണ്.
ഇപ്പോൾ 2022 ഫൈനാൻഷ്യലിൽ ഫിക്സഡ് അസറ്റ് 21,000 കോടിയിൽ നിന്ന് 2026 ഫൈനാൻഷ്യലിൽ 38,500 കോടിയായിട്ട് കൂടി, ഏകദേശം 80% കൂടി. ഇപ്പോൾ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസും ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 5 വർഷത്തിൽ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഏകദേശം 3x അടുത്ത് തന്നെ നിന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം കമ്പനി ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ രൂപയിൽ നിന്ന് 3 രൂപ സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ക്യാഷ് ജനറേഷൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇവിടെ തുടരുന്നത്. അപ്പോൾ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് പോസിറ്റീവ് ആണ്. കൂടാതെ CFO ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 50% മുകളിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി റിസ്ക് സൈഡിൽ യൂറോപ്പ് അതുപോലെ നോർത്ത് അമേരിക്കയിലെ വീക്ക് പാസഞ്ചർ വെഹിക്കിൾ ഡിമാൻഡ്, മൊഡ്യൂൾസ് അതിൽ പോളിമർ ഡിവിഷനിൽ പ്രഷർ ഉണ്ടാക്കാം. ഇപ്പോൾ കോപ്പർ പ്രൈസിൽ ഈ അടുത്തായി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 16%, ഇയർ ഓവർ ഇയർ 38% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോസ്റ്റ് പാസ് ത്രൂ കോൺട്രാക്ട്സ് ഉണ്ടെങ്കിലും ഇത് ഷോർട്ട് ടേമിൽ വയറിംഗ് ഹാർനസ് മാർജിനെ ബാധിക്കാം. സംവർദ്ധൻ മദർസണിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം മൊമെന്റ് ഇവിടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഗ്രോത്ത് വിസിബിലിറ്റി ഇപ്പോൾ സ്ട്രോങ് ആണ്. എന്നാലും ഡിമാൻഡ് വീക്ക്നെസ്, കോപ്പർ പ്രൈസ്, ബോറോയിങ്ങും നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ മോണിറ്റർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ്. ഇനി ഇന്ത്യയുടെ പോർട്ട് വഴി എനർജി മൂവ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കമ്പനി നമുക്ക് നോക്കാം. അപ്പൊ അതാണ് ഏജിസ് ലോജിസ്റ്റിക്സ്. ഇപ്പൊ സ്റ്റോക്ക് സ്ട്രോങ് അപ് ട്രെൻഡിലായിരുന്നു. പക്ഷെ ജൂലൈ 2024 മുതൽ ഒരു പോസ്റ്റ് ഫേസിലേക്ക് കയറി. അതിൽ റേഞ്ച് ബൗണ്ട് കൺസോൾട്ടേഷനിലേക്ക് കയറി. ഇപ്പം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിനെ അപേക്ഷിച്ച് ഔട്ട് പെർഫോമൻസ് സിഗ്നൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ട്രെൻഡ് 800 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കും. ഇനി നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് ഏജിസ് ലോജിസ്റ്റിക്സിന്റെ ബിസിനസ് മോഡൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഫ്യൂവൽ അല്ലെങ്കിൽ കെമിക്കൽ സപ്ലയർ ഒരാളെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ വിദേശത്ത് നിന്ന് LPG അല്ലെങ്കിൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്ത് അത് സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്ത് ഇന്ത്യയുടെ പോർട്ട് വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെയാണ് ഏജിസ് ലോജിസ്റ്റിക്സിന്റെ റോൾ വരുന്നത്. അപ്പോൾ എനർജിയും കെമിക്കൽസിന് വേണ്ടി കമ്പനി ഒരു ഇന്റഗ്രേറ്റഡ് മെഗാ വെയർ ഹൗസും ഡെലിവറി പാർട്ട്ണർ പോലെ ഇവിടെ പ്രവർത്തിക്കും. ബൾക്ക് ലിക്വിഡ്സും ഗ്യാസസും സ്റ്റോറേജ് ചെയ്യുന്നതിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലാണ് കമ്പനിയുടെ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് മെയിൻ ആയിട്ട് 2 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഡിവിഷൻ, ഇപ്പോൾ ഇവിടെ LPG സോഴ്സിങ്ങും ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത ലിക്വിഡ് ലോജിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇത് ഓയിൽ ആൻഡ് കെമിക്കൽസിന്റെ സ്റ്റോറേജ് ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് ഡിവിഷൻ കമ്പനിയുടെ റവന്യൂലേക്ക് ഏകദേശം 90% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ലിക്വിഡ് ഡിവിഷൻ ഹൈ മാർജിൻ ഗ്രോത്ത് എഞ്ചിൻ ആയിട്ടാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. കമ്പനി ഇന്ത്യയിലെ 7 പ്രധാന പോർട്സിൽ സ്ട്രാറ്റജിക് ആയിട്ട് സ്ഥാപിച്ചിട്ടുള്ള മോഡേൺ സ്റ്റോറേജ് ടെർമിനൽസ് വഴിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ സെയിൽസ് 1.8x വളർന്നിട്ടുണ്ട്. അതേസമയത്ത് നെറ്റ് പ്രോഫിറ്റ് 2.8x വളർന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രോങ് പ്രോഫിറ്റ് ഗ്രോത്തിന്റെ പുറകിലെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മാർജിൻ എക്സ്പാൻഷൻ ആണ്. ഇപ്പോൾ 2022 ഫൈനാൻഷ്യലിൽ മാർജിൻ 12% 2026 ഫൈനാൻഷ്യലിൽ 17% ഇംപ്രൂവ് ആയി. അപ്പോൾ കമ്പനി ഒരു മെയിൻ എക്സ്പാൻഷൻ ഫേസിലേക്ക് കയറുവാണ്. 2027 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും ഹ്യൂമുലേറ്റീവ് ക്യാപെക്സ് 11,300 കോടി എത്തുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതിൽ 2030 വരെയുള്ള മൊത്തം ക്യാപെക്സ് പൈപ്പ് ലൈൻ 47,000 കോടിയാണ്. അപ്പോൾ ഫ്യൂച്ചർ ഗ്രോത്തിന് ഈ ഒരു എക്സ്പാൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇവിടെ പ്രൊജക്ട്സ് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മുന്നോട്ടേക്ക് മോണിറ്റർ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമായിരിക്കും. ഇപ്പോൾ Q4 ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ മാർജിൻസ് മെച്ചപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വോളിയം, പ്രൊക്യൂർമെന്റ് എഫിഷ്യൻസിയും കാരണം വരും വർഷങ്ങളിൽ ടണ്ണിന് ആവറേജ് 7,000 രൂപ മാർജിൻ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് ഇവിടെ മാനേജ്മെന്റ് ഗൈഡൻസ് നൽകിയേക്കുന്നത്. ഇനി നമുക്ക് റിസ്ക് നോക്കാം. ഇപ്പോൾ 2030 വരെ പ്ലാൻ ചെയ്തിട്ടുള്ള 47,000 കോടിയുടെ ക്യാപെക്സ് കമ്പനിക്ക് എക്സിക്യൂഷൻ റിസ്ക് കൊണ്ടുവരാം. അപ്പോൾ പുതിയ ടെർമിനൽസ് കമ്മീഷൻ ചെയ്തതിന് ശേഷം ഡിമാൻഡ് വീക്കായിട്ട് പോവുകയാണെങ്കിൽ അസറ്റ് യൂട്ടിലൈസേഷനും റിട്ടേൺ മെട്രിക്സിലും പ്രഷർ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇനിയിപ്പം വേറൊരു റിസ്ക് ക്രൂഡ് ലിങ്ക്ഡ് LPGയിൽ നിന്ന് വരുന്നതാണ്. ബ്രെന്റും WTI ക്രൂഡ് പ്രൈസിൽ ഉണ്ടാക്കുന്ന വലിയ ഫ്ലക്ച്വേഷൻസ് സോഴ്സിംഗ് കോസ്റ്റും സ്റ്റോറേജ് ഡിമാൻഡിനെ ഇവിടെ ബാധിക്കാം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏജിസ് ലോജിസ്റ്റിക്സിൽ മൊമെന്റം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ 7 മെയിൻ പോർട്സിലുള്ള പ്രസൻസ്, മാർജിൻ എക്സ്പാൻഷൻ, വലിയ ക്യാപെക്സ് പൈപ്പ് ലൈൻ കമ്പനിക്ക് സ്ട്രോങ് ഗ്രോത്ത് വിസിബിലിറ്റി നൽകുന്നുണ്ട്. എന്നാൽ എക്സിക്യൂഷൻ, അസറ്റ് യൂട്ടിലൈസേഷൻ, LPG പ്രൈസിലെ വോളറ്റിലിറ്റി എല്ലാം മുന്നോട്ടേക്ക് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട മെയിൻ ഫാക്ടേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത കമ്പനി നോക്കാം. അപ്പോൾ ഓട്ടോ സെക്ടറിൽ ഒരു ഇൻഡയറക്ട് പ്ലേ ആയ ഈ ഒരു കമ്പനിയിൽ സെയിൽസ് സ്ലോ ഡൗൺ കാണിക്കുന്ന നമ്പേഴ്സിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയാണ് മിൻഡ കോർപ്പറേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ചാർട്ട് സ്ട്രക്ചർ നോക്കാം. ഇപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഔട്ട് പെർഫോം സിഗ്നൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റോക്ക് മുന്നത്തെ ഓൾ ടൈം ഹൈയുടെ മുകളിൽ ബ്രേക്ക് ഔട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് 610 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇൻവാലിഡ് ആയിട്ട് ഇവിടെ കണക്കാക്കും. അപ്പോൾ കമ്പനി പ്രധാനമായിട്ട് ലോക്സ്, സ്മാർട്ട് കീസ്, ഡൈ കാസ്റ്റിംഗ് പാർട്സ്, വയറിംഗ് ഹാർനസ്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സ്, EV കോമ്പോണൻസ് ആണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ മിൻഡ കോർപ്പിന്റെ റവന്യൂവിൽ 48% 2 വീലേഴ്സും 3 വീലേഴ്സ് സെഗ്മെന്റിൽ നിന്നാണ് ഇവിടെ വരുന്നത്. 28% കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ നിന്നും 14% പാസഞ്ചർ വെഹിക്കിൾസിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ജോഗ്രഫിക്കലി അവിടെ റവന്യൂവിന്റെ 89% ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ബാക്കി എക്സ്പോർട്ട് വഴിയാണ്. ഗ്രോത്ത് ഔട്ട്ലുക്ക് നമ്മൾ നോക്കുമ്പോൾ 2030 ഫൈനാൻഷ്യൽ വരെ മാനേജ്മെന്റ് 19 മുതൽ 20% റവന്യൂ CAGR ഗൈഡൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 2026 ഫൈനാൻഷ്യലിലെ കമ്പനിക്ക് 10,000 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. അപ്പോൾ ഇത് 2026 ഫൈനാൻഷ്യൽ റവന്യൂവിന്റെ ഏകദേശം 1.6 ഇരട്ടിയാണ്. ഇനി നമുക്ക് ഇവിടെ ഫൈനാൻഷ്യൽസ് നോക്കാം.
കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് 2 ഇരട്ടിയോടെ വളർന്നു. നെറ്റ് പ്രോഫിറ്റ് 1.8 ഇരട്ടിയോടെ വളർന്നു. പക്ഷേ സെയിൽസ് നമ്പറിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഇവിടെയുണ്ട്. 2023 ഫൈനാൻഷ്യൽ വരെ കമ്പനി കൺസിസ്റ്റന്റ്ലി ഡബിൾ ഡിജിറ്റ് സെയിൽസ് ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2024 മുതൽ 2025 ഫൈനാൻഷ്യലിൽ ഗ്രോത്ത് സിംഗിൾ ഡിജിറ്റിലേക്ക് സ്ലിപ്പായി. ഇപ്പോൾ 2 വർഷവും സെയിൽസ് വെറും 8% മാത്രമാണ് ഇവിടെ വളർന്നത്. ശരിക്കും ഇവിടെ ഒരു ബിസിനസ് സ്ലോ ഡൗൺ ആയോ? അപ്പോൾ ഈ ഒരു സ്ലോ ഡൗണിന്റെ മെയിൻ കാരണങ്ങൾ 2023 ഫൈനാൻഷ്യലിന്റെ ഹൈ ബേസ് ഇഫക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു വർഷം സെയിൽസ് 44% വളർന്നു. അതിൻ്റെ ഒപ്പം വീക്ക് ഓട്ടോമോട്ടീവ് ഡിമാൻഡ്, പ്രത്യേകിച്ച് 2 വീലർ സെഗ്മെന്റിൽ 2025 ഫൈനാൻഷ്യൽ വരെ 9% മാത്രമാണ് വളർന്നത്. എന്നാൽ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട്, കോപ്പർ പാസ് ത്രൂ ക്ലോസ്. അപ്പോൾ മിന്റയുടെ മെയിൻ പ്രൊഡക്ട്സിൽ ഒന്ന് വയറിംഗ് ഹാർനസ് ആണ്. അപ്പോൾ ഇതിൽ നല്ല എമൗണ്ട് കോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. OEM കോൺട്രാക്ട്സിൽ പാസ് ത്രൂ ക്ലോസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം കോപ്പർ പ്രൈസ് കൂടിയാൽ സെല്ലിംഗ് പ്രൈസ് ഇവിടെ കൂടും. അതിൽ കോപ്പർ പ്രൈസ് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് സെല്ലിംഗ് പ്രൈസ് ഇവിടെ കുറയും. അപ്പോൾ മാർജിൻ സ്റ്റെബിലിറ്റി ഇതിന്റെ ഒരു പ്രൂഫാണ്. 2023 ഫൈനാൻഷ്യലിൽ 44% സെയിൽസ് ഗ്രോത്ത്, 2024-25 ഫൈനാൻഷ്യലിൽ 8%, അതിൽ 2026 ഫൈനാൻഷ്യൽ 22% വളർന്നെങ്കിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം 11% അടുത്ത് നിന്നു. ഓട്ടോമോട്ടീവ് സെക്ടറിന്റെ റിക്കവറിയുടെ സപ്പോർട്ടോടെ 2026 ഫൈനാൻഷ്യലിൽ സെയിൽസ് 22.3% വളർന്ന് 6185 കോടിയായി. GST 2.0 വന്നതിന് ശേഷം കൊമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ GST 28% 18% കുറഞ്ഞു. അതിനുശേഷം ഒക്ടോബർ-ഡിസംബർ പീരീഡിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസ് 21.5% ഗ്രോത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിസ്ക് EV ട്രാൻസിഷൻ ആണ്. ഇലക്ട്രിക് വെഹിക്കിളിന്റെ മാർക്കറ്റ് ഷെയർ കൂടിയതോടെ ലെഗസി ഐസ് റിലേറ്റഡ് പ്രൊഡക്ട്സ് ഒബ്സല്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പുതിയ EV ഫോക്കസ് പ്രൊഡക്ട്സ് സ്കെയിലപ്പ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മാർജിൻസിൽ പ്രഷർ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഓവറോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മിന്റ കോർപ്പറേഷൻ മൊമെന്റം മെച്ചപ്പെട്ടിട്ടുണ്ട്. 10,000 കോടിയുടെ ഓർഡർ ബുക്ക്, 2030 ഫൈനാൻഷ്യലോടെ 17,500 കോടിയുടെ റവന്യൂ ടാർഗറ്റ്, കൂടാതെ വളർന്നുകൊണ്ടിരിക്കുന്ന EV റിലേറ്റഡ് ഓർഡേഴ്സും കമ്പനിക്ക് സ്ട്രോങ് ഗ്രോത്ത് വിസിബിലിറ്റി ഇവിടെ നൽകുന്നുണ്ട്. അതേസമയത്ത് EV ട്രാൻസിഷനും ലെഗസി ഐസ് പ്രൊഡക്ട് റിസ്ക്കും നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട മെയിൻ ഫാക്ടേഴ്സ് ആണ്. ഇനി നമുക്ക് ഫോർത്ത് കമ്പനി നോക്കാം. AI, സൂപ്പർ കമ്പ്യൂട്ടിംഗ്, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഇതെല്ലാം ഒന്നിച്ച് അനലൈസ് ചെയ്യേണ്ട ഒരു ബിസിനസ് സ്റ്റോറിയാണ്. നെറ്റ്വെബ് ടെക്നോളജീസ്. അപ്പോൾ ചാർട്ടിൽ നമുക്ക് മൊമെന്റ് സിഗ്നൽ ഡീകോഡ് ചെയ്യാം. ഒക്ടോബർ 2025 സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം കറക്ഷനിലൂടെ പോയി അതിനുശേഷം ബേസ് ഇവിടെ ഫോം ചെയ്തു. അപ്പോൾ ഈ ഒരു ഫേസിൽ റിലേറ്റീവ് ഔട്ട് പെർഫോമൻസ് വീക്ക് ആയിട്ട് തന്നെ ഇവിടെ നിന്നു. ഇപ്പോൾ സ്റ്റോക്ക് അവരുടെ പ്രീവിയസ് ഹൈയുടെ മുകളിൽ ഒരു ഡിസിസീവ് ബ്രേക്ക്ഔട്ട് നൽകി. അതുപോലെ റിലേറ്റീവ് സ്ട്രെങ്ത് 0യുടെ മുകളിലേക്ക് പോയി. അതായത് സ്റ്റോക്ക് ഇപ്പം മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യുന്നു എന്ന സിഗ്നൽ ചെയ്തു. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് 4050 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇൻവാലിഡ് ആയിട്ട് ഇവിടെ കണക്കാക്കും. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് ഒന്ന് മനസ്സിലാക്കാം. ഒരു നോർമൽ ബിസിനസ് നടത്താനായിട്ട് ഒരു ബേസിക് സെർവർ മതി. പക്ഷേ ISRO സ്പേസ് സിമുലേഷൻസ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു AI സ്റ്റാർട്ടപ്പ് ChatGPT പോലെ ഒരു മോഡൽ ട്രെയിൻ ചെയ്യണമെങ്കിൽ വളരെയധികം കമ്പ്യൂട്ടിംഗ് പവറുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സും AI സെർവേഴ്സ് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ നെറ്റ്വെബ് ഈ ഒരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഡിസൈൻ അതുപോലെ മാനുഫാക്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ NVIDIAന്റെ ഒരു സെലക്ടഡ് പാർട്ണറാണ് നെറ്റ്വെബ്. അപ്പോൾ കമ്പനി ഇന്ത്യയിൽ NVIDIA ഗ്രേസ് CPUസും GH200 ഗേസ് കോപ്പർ ആർക്കിടെക്ചറും ബേസ് ചെയ്ത് AI സെർവേഴ്സ് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ക്ലയന്റ് ബേസിൽ IITs, ISRO, NMDCയും വലിയ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പലതും ഇവിടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിന്റെ ഏകദേശം 50% ഗവൺമെന്റ് സെക്ടറിൽ നിന്നാണ് വരുന്നത്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽസ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളിൽ കമ്പനിയുടെ സെയിൽസും നെറ്റ് പ്രോഫിറ്റും ഏകദേശം 9 മടങ്ങ് വളർന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു മെയിൻ ചോദ്യം കമ്പനി അവരുടെ ബിസിനസ്സിൽ നിന്ന് നല്ലപോലെ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് കൺസേൺ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ ക്യൂമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 32% മാത്രമായിരുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വീക്ക് ക്യാഷ് റിയലൈസേഷൻ ആണ്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പോൾ അടുത്ത 2 വർഷത്തേക്ക് മാനേജ്മെന്റ് ഇയർ ഓവർ ഇയർ 35 മുതൽ 40% റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതേസമയത്ത് നോക്കുകയാണെങ്കിൽ EBITDA മാർജിൻ 13 മുതൽ 14% റേഞ്ചിൽ സസ്റ്റെയിൻ ചെയ്യാനാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. 2027 ഫൈനാൻഷ്യലിന്റെ തുടക്കത്തിൽ കമ്പനിയുടെ ഓർഡർ ബുക്ക് ഏകദേശം 2400 കോടിയാണ്. അപ്പോൾ ഇത് 2026 ഫൈനാൻഷ്യൽ റവന്യൂവിന്റെ 1.1 ഇരട്ടിയാണ്. എന്നാൽ ഇവിടെ ക്യാഷ് സൈക്കിൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇൻവെന്ററി ലെവൽസ് കൂടുതലായതുകൊണ്ട് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 84 ദിവസം നിന്ന് 121 ദിവസമായിട്ട് കൂടി. പേബിൾ ഡേയ്സ് കൂടിയത് കാരണം ഈ ഒരു പ്രഷർ പാർഷ്യലായിട്ട് നമുക്കൊന്ന് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് സ്റ്റിൽ ഇവിടെ കൂടിയിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫണ്ട് ചെയ്യാനായിട്ട് ഷോർട്ട് ടേം ബോറോയിങ്സ് ഇത് 2025 ഫൈനാൻഷ്യലിൽ 0 ആയിരുന്നു, ഇപ്പോൾ 271 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു നെഗറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇൻവെന്ററി ബിൽഡപ്പ് ഭാവിയിൽ ഡിമാൻഡിനെ അല്ലെങ്കിൽ എക്സ്പാൻഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളതാണെങ്കിൽ. എന്നാൽ ഇവിടെ സമയാസമയം ഈ ഒരു ഇൻവെന്ററി സെയിൽസ് ആയിട്ട് കൺവേർട്ട് ആകുന്നില്ല. സോ ഇത് ക്യാഷ് ഫ്ലോ, ഫൈനാൻസ് കോസ്റ്റ് അതുപോലെ തന്നെ മാർജിനിൽ പ്രഷർ ഉണ്ടാക്കാം. ഇപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. Q4 FY26 പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് പ്രീവിയസ് ക്വാർട്ടറിൽ 71% നിന്ന് 66.9% കുറഞ്ഞു. ഇവിടെ ഈ കുറഞ്ഞ സ്റ്റേക്കിന്റെ വലിയൊരു ഭാഗം പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലേക്ക് മാറിയതായിട്ടാണ് തോന്നുന്നത്. ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ മാർജിൻ ഇവിടെ ബാധിക്കാം.
ഇപ്പൊ നമ്മളിവിടെ ഓവറോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നെറ്റ്വെബ് ടെക്നോളജീസിൽ മൊമെന്റ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. 2400 കോടിയുടെ ഓർഡർ വിസിബിലിറ്റി, 35 മുതൽ 40% മാനേജ്മെന്റ് ഗ്രോത്ത് ഗൈഡൻസ്, അതുപോലെ തീമിലേക്കുള്ള എക്സ്പോഷർ എല്ലാം പോസിറ്റീവ് ആണ്. എന്നാൽ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ, 271 കോടിയുടെ ഷോർട്ട് ടേം ബോറോയിങ്സ്, സപ്ലയർ ഡിപ്പെൻഡൻസ്, അതുപോലെ കസ്റ്റമർ കോൺസെൻട്രേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട മെയിൻ കാര്യമായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കമ്പനിയിലേക്ക് പോവാം. റിന്യൂവബിൾ എനർജി ബാറ്ററി സ്റ്റോറേജ് തീമിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പ്യൂർ പ്ലേ ബിസിനസ് സ്റ്റോറിയാണ് ACME സോളാർ ഹോൾഡിംഗ്സ്. ഇപ്പോൾ ടെക്നിക്കൽ സെറ്റപ്പ് നമുക്ക് നോക്കാം. സെപ്റ്റംബർ 2025 ഹൈയിൽ നിന്ന് സ്റ്റോക്ക് ഏകദേശം 40% കറക്റ്റ് ചെയ്തു. അതുപോലെ റിലേറ്റീവ് സ്ട്രെങ്ത് സൂചിപ്പിക്കുന്നത് ഈ ഒരു പീരീഡിലെ അണ്ടർ പെർഫോമൻസ് ആണ്. ഇപ്പം വീക്ക്നെസ് റിവേഴ്സിംഗ് ആയിട്ടാണ് കാണുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് ഔട്ട് പെർഫോമൻസ് സിഗ്നൽ ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റോക്ക് അവരുടെ പ്രീവിയസ് ഹൈയുടെ മേളിൽ ബ്രേക്ക് ചെയ്തു. ഇവിടെ 295 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കും. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് മോഡൽ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ 25 വർഷത്തേക്ക് ഒരു ഫിക്സഡ് റെന്റ് കോൺട്രാക്റ്റിൽ ഗവൺമെന്റിലേക്ക് ഒരു ബിൽഡിംഗ് ലീസ് കൊടുത്തെന്ന് വിചാരിക്കുക. ACME സോളാർ ഏകദേശം ഈ ഒരു മോഡലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കമ്പനി യൂട്ടിലിറ്റി സ്കെയിൽ സോളാറും വിൻഡ് പവർ പ്ലാന്റ്സും ഡെവലപ്പ് ചെയ്യും. അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി 25 വർഷത്തെ പവർ പർച്ചേസ് എഗ്രിമെന്റ് വഴി NTPC പോലുള്ള ഗവൺമെന്റ് ബാക്ക് ഓഫ് ടേക്കേഴ്സിന് ഫിക്സഡ് ടാരിഫിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഫൈനാൻഷ്യൽ ട്രെൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 2026 ഫൈനാൻഷ്യൽ വരെ ACME സോളാറിന്റെ സെയിൽസ് കുറഞ്ഞു വന്നു. അതിന്റെ മെയിൻ കാരണം കമ്പനി അസറ്റ് മോണിറ്റൈസേഷൻ ഫേസിലായിരുന്നതും ഓപ്പറേഷണൽ കപ്പാസിറ്റി ബേസ് കുറഞ്ഞതുമാണ്. 2024 ഫൈനാൻഷ്യലിൽ പുതിയ കപ്പാസിറ്റി അഡീഷൻസ് എന്നുള്ള ബെനിഫിറ്റ് 369 മെഗാവാട്ട് കപ്പാസിറ്റി ഡിവെസ്റ്റ്മെന്റ് ആയിട്ട് ഓഫ്സെറ്റ് ആയി. 2025 ഫൈനാൻഷ്യലിൽ പുതിയ പ്രൊജക്ട് കമ്മീഷൻ ചെയ്തു. എന്നാൽ മൊത്തം വർഷം ഓപ്പറേഷണൽ ആയിരുന്നില്ല. എന്നാൽ 2026 ഫൈനാൻഷ്യലിൽ കമ്മീഷൻ കപ്പാസിറ്റീസിന്റെ ഫുൾ ഇമ്പാക്ട് ഫൈനാൻഷ്യൽ നമ്പേഴ്സിൽ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇത് കാരണം പവർ ജനറേഷൻ 61.1% വളർന്നു. അപ്പോൾ കൂടാതെ സെയിൽസും ഓൾ ടൈം ഹൈ ഇവിടെ എത്തി. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. ACMEയുടെ ബാറ്ററി സ്റ്റോറേജ് ബിസിനസ് ഒരു മെയിൻ ഗ്രോത്ത് ട്രിഗർ ആവാം. അപ്പോൾ തുടക്കത്തിൽ ബാറ്ററി അസറ്റ് മെർച്ചന്റ് ബേസിസിൽ പ്രവർത്തിക്കുക. അതായത് പീക്ക് ഡിമാൻഡ് സമയങ്ങളിൽ പവർ യൂണിറ്റിന് 8 മുതൽ 10 രൂപയിൽ വിൽക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. എബിറ്റ മാർജിൻ 75 മുതൽ 80% വരെ എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇവരുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ കമ്പനിക്ക് ഇപ്പോൾ 4.8 ഗിഗാവാട്ട് പ്രോജക്ട് പൈപ്പ് ലൈനും ബാറ്ററി സ്റ്റോറേജ് പ്രോജക്ട്സും ഉണ്ട്. ഇത് നടപ്പിലാക്കാനായിട്ട് വലിയ തോതിൽ ഫണ്ടിങ് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ 75:25 ഡെറ്റ് ഇക്വിറ്റി മിക്സിലായിരിക്കും ഇത് ഫണ്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ലാൻഡ് അക്വിസിഷനിലോ ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പിലോ എന്തെങ്കിലും താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രൊജക്ട് കോസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കാരണം കമ്പനി പ്രതീക്ഷിക്കുന്ന റിട്ടേൺസിൽ പ്രഷർ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ഓവറോൾ ACMEയുടെ സോളാറിലെ മൊമെന്റ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. കമ്പനിയുടെ 10 ഗിഗാവാട്ട് കപ്പാസിറ്റി ടാർഗറ്റ്, 15 ഗിഗാവാട്ട് ഹവർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ടാർഗറ്റ്, കൂടാതെ 12,475 കോടിയുടെ കാപ്പെക്സ് പൈപ്പ് ലൈൻ എന്നിവ ഫ്യൂച്ചർ ഗ്രോത്തിന് സ്ട്രോങ് വിസിബിലിറ്റി നൽകുന്നുണ്ട്. അതേസമയത്ത് ഇവിടെ എക്സിക്യൂഷൻ റിസ്ക്, ഫണ്ടിംഗ് റിക്വയർമെന്റ്സ്, കൂടാതെ ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങളും നമ്മൾ ശ്രദ്ധയോടെ മോണിറ്റർ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളാണ്. സോ ഇതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് പോസിറ്റീവ് സിഗ്നൽ നൽകുകയും ബ്രേക്ക് ഔട്ട് കാണുകയും ചെയ്യുന്ന 5 കമ്പനികൾ. സോ ഇവിടുത്തെ കൺക്ലൂഷൻ ഇതാണ്: ബ്രേക്ക് ഔട്ടും റിലേറ്റീവ് സ്ട്രെങ്ത്തും യൂസ്ഫുൾ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. പക്ഷേ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് കമ്പനിയുടെ ബിസിനസ് മോഡൽ, ഗ്രോത്ത് പ്രോസ്പെക്ടസ്, ക്യാഷ് ഫ്ലോ ജനറേഷൻ, ഡെറ്റ് ലെവൽ, എക്സിക്യൂഷൻ റിസ്ക്, കൂടാതെ വാല്യൂഷനും ഒരുപോലെ തന്നെ നമ്മൾ കണക്കാക്കണം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ഏതാണ്? ആ താഴെ കമന്റ്സ് നിങ്ങൾക്ക് നമ്മളോട് ഷെയർ ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്തതാണ്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.